ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ മൈസൂരിലല്ലോ ബാംഗ്ലൂരിലെ ആർ ഐ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഇനി ഏതായാലും കൊച്ചിയിലേക്കാണ് യാത്ര. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സുഹൃത്ത് മോന സാറ്, പിന്നെ അതോടൊപ്പം അലി സാർ, പിന്നെ സാബിത്ത്. ഞങ്ങൾ 4 പേരുമാണ്. അപ്പോൾ ഏകദേശം സമയം വെളുപ്പിന് എത്ര മണി? ഒരു 4 മണിയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആർ ഐയിലെ ഹോസ്റ്റലിൽ നിന്നും എയർപോർട്ടിലേക്ക് ഊബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് പോകുന്നത്. എന്നാലും ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ പോകുന്ന വഴിയിലുള്ള ഏതാനും കുറച്ച് കാഴ്ചകൾ നമുക്കിനി കാണാം. അപ്പോൾ ഏതായാലും ബാംഗ്ലൂർ RIEയിലെ ഹോസ്റ്റലിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുന്ന ഈ ഒരു കാഴ്ച ഇനിയിപ്പോൾ എങ്ങനെ കാണാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഇനി വരും കാഴ്ചകളിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഊബർ എത്തി. അപ്പോൾ ബാംഗ്ലൂർ RIയിൽ നമ്മൾ ഒരു 14 ദിവസത്തെ ട്രെയിനിങ് കോഴ്സായിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പെഡഗോജി റിലേറ്റഡ് അതുമായിട്ടുള്ള കോഴ്സായിരുന്നു. അപ്പോൾ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് 14 ദിവസം ഇവിടെ നിന്ന് എല്ലാവരും ഒന്നിച്ച് നല്ലൊരു ജോലിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോകുന്ന വേളയിൽ പിന്നെ കൂടെയുള്ള എല്ലാവരും ഇന്നലെ കുറേ പേര് പോയി. അപ്പോൾ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടും ഇവിടെയോടൊക്കെ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്ക് തോന്നുന്നു. നമ്മൾ ഊബർ കയറി യാത്ര തുടങ്ങിയപ്പോൾ സമയം 4:19. ഇനി അവിടെ എത്തുമ്പോൾ എത്ര മണി? ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. ഞങ്ങൾക്ക് 7:15 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കെമ്പഗോഡ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 4:19 അവിടെ നിന്ന് പുറപ്പെട്ട സമയം RIയിൽ നിന്നും. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 5:20 അല്ലേ, 5:20-21 ഏകദേശം 1 മണിക്കൂർ സമയം എടുത്തു. നല്ല കിടിലൻ സെറ്റപ്പാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്താണ് ഈ സീനറിയൊക്കെ. നല്ല പച്ച പോലെ അതാ മേലെയും കണ്ടോ, മേലെ അതുപോലെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവിടെ കാണുന്നുണ്ട്. ബാംഗ്ലൂരിലെ കെമ്പഗോഡ എയർപോർട്ടിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ നാട്ടുകാരനും അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ഡയറ്റിലെ ലെക്ചറുമായ ബദീദ്ദീൻ സാറിനെ കണ്ടുമുട്ടുകയുണ്ടായി. പിന്നെ ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്നതിന് ശേഷം ഹാൻഡ് വാഷിന് വേണ്ടി വന്നു. ഫുൾ സെൻസറാണ് കേട്ടോ. അതിൻ്റെ താഴെ കൈ വെച്ച് കൊടുത്താൽ വെള്ളം വരും, അതേപോലെ സൈഡിൽ കൈ വെച്ചാൽ നമ്മുടെ കയ്യിലെ വെള്ളം ഒപ്പിയെടുക്കും, ചൂട് കാറ്റ് വരും. ഇതൊക്കെ ഒരു പുതിയ സംഭവമൊന്നുമില്ല. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ചിലർക്കൊക്കെ ഇത് കാണാത്തവരുണ്ടായേക്കാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. സമയമായപ്പോൾ പിന്നെ ഞങ്ങളെ ബോർഡിങ്ങിന് വിളിച്ചു. കൂടുതലും ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിന് വിളിക്കുന്ന ഏറ്റവും പുറകിലെ സീറ്റുകാരെയായിരിക്കും ആദ്യം വിളിക്കുക. നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയ ഏറ്റവും പുറകിലെ സീറ്റായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പോകേണ്ടി വന്നു. ബാംഗ്ലൂരിൽ നിന്നും ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. ആകാശ കാഴ്ചകളൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന വീഡിയോയിൽ ആകാശ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ പകർത്തിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതുമാണ്. ലിങ്ക് ഞാനിതിൽ കൊടുക്കാം കേട്ടോ. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കാണാവുന്നതുമാണ്. ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.